ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുംബൈ നഗരത്തിൻ്റെ ആകാശക്കാഴ്ചയാണ്. മുംബൈയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഡൽഹിയിലെത്താം. അങ്ങനെ രാത്രിയോടുകൂടി ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്നും ഒരു 4 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് ഹരിദ്വാറിലേക്കാണ്. പുണ്യപൂരാതന നഗരിയായ ഹരിദ്വാറിൽ ഞങ്ങൾ രാവിലെയോടുകൂടി എത്തിച്ചേർന്നു. അങ്ങനെ അവിടെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്തു, ഭക്ഷണമൊക്കെ കഴിച്ചു. വീണ്ടും ഞങ്ങൾ പോകാൻ പോകുന്നത് ഗംഗാ നദിയാണ്. ഹരിദ്വാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഗംഗാ നദിയും അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങളുള്ള സ്ഥലമാണ് ഹരിദ്വാർ. ഹരിദ്വാറിലെ ഹർക്കി പോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും ആൾക്കാരുടെ ജീവിതങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല പച്ച കളറുള്ള വെള്ളം, ഇവിടെ നല്ല ഒഴുകി നടക്കുന്ന വെള്ളം കാണാം. ഗംഗാ നദി. ഇത് രുദ്രാക്ഷമാണ് ഇദ്ദേഹം വെക്കുന്നത്. രുദ്രാക്ഷത്തിൻ്റെ കായാണ്, 20 രൂപയാണ് രുദ്രാക്ഷത്തിൻ്റെ കായ. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് അത് ഉരച്ച് രുദ്രാക്ഷമാക്കി വൃത്തിയാക്കി തരും. ഇവിടെ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു. ഒരു താലിയാണ് 100 രൂപയ്ക്ക് വളരെ ചീപ്പായിട്ട് ഇവിടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും. നമുക്ക് നല്ല ഭക്ഷണങ്ങളും കിട്ടും. ഭക്ഷണമൊക്കെ കഴിച്ച് ഗംഗയുടെ തീരത്തൂടെ നടന്നു ഒരു കാഴ്ച കാണാൻ പറ്റി. ആൾക്കാരൊക്കെ വസ്ത്രങ്ങളൊക്കെ ഗംഗാ നദിയിൽ വലിച്ചെറിയുന്നൊരു കാഴ്ച കാണാൻ പറ്റി. എത്രയൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മൾ ഇതിനെ അനുവദിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ കാഴ്ച വ്യക്തമാക്കുന്നത്. നമുക്കും വളരെയധികം കടപ്പാടുണ്ട് പ്രകൃതിയോട്. അതുകൊണ്ട് നമ്മൾ വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ഗംഗാ നദിയും അതിനോട് ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ട് അവിടെ നിന്നൊക്കെ നടന്നു. പിന്നെ അതിൻ്റെ മുകളിൽ കയറി നല്ലൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. ഗംഗാ നദിയിലെ ഗംഗയും ഹർക്കി പോടിയുടെ ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് പാലങ്ങളുണ്ട് ഗംഗാനദിനെ ക്രോസ് ചെയ്ത്. ആ ഓരോ പാലത്തിനും രാമസേതു, ലക്ഷ്മൺ സേതു, അങ്ങനെ ഓരോ പേരുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗംഗയും അതിനോടുള്ള